രേവതി, നീ വല്ലാതെ നെഗളിക്കുന്നുണ്ട് എന്നോട്. നിനക്ക് കുറച്ച് നെഗളിത്തരം കൂടുതലാവണ്ടിട്ട് ഇവിടെ. നീ വല്ലാതൊക്കെ എന്ന വിലസനുണ്ട്. ഈ വിലസലൊക്കെ ഞാൻ നിർത്തിത്തരാം രേവതി. നിന്റെ ഈ വിലസലൊക്കെ നിർത്തണ ഒരു ദിവസം ഉണ്ട് കേട്ടോ. അത് അത്ര ദൂരെയൊന്നുമല്ല. നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി പെരുമാറിക്കോ. അയ്യോ അമ്മ, ഞാൻ അമ്മേനെ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അതെനിക്കറിയാം, നീ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാടി. നീ ഇവിടെ കിടന്ന് വിലസാന്ന് എനിക്കറിയാടി. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ചന്ദ്രമതി രേവതിയോട് ഭയങ്കരമായിട്ട് ചൂടാവണുണ്ട് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനിപ്പൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സുധി ചന്ദ്രമതിയോട് റൂമിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. ആ ഷോക്കിൽ ചന്ദ്രമതി ഹാളിൽ വന്നിരുന്ന് കരയണ സമയത്ത് രവീന്ദ്രനൊക്കെ ചോദിക്കേണ്ട എന്താ ചോദിക്കുമ്പോൾ സുധി വഴക്ക് പറഞ്ഞ കാര്യം പറയേണ്ട. അത് കേട്ട് സച്ചി കളിയാക്കുന്നുണ്ട്. സച്ചി കളിയാക്കുമ്പോൾ രേവതി സച്ചിനെ ചീത്ത പറഞ്ഞിട്ട് സച്ചിയേട്ടൻ മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയേണ്ട സാരല്ലേ അമ്മ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് സുധി പറയുന്നുണ്ട്, ഓ എന്നെ വഴക്ക് കേൾപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമാണല്ലേ അമ്മ ഇവിടെ വന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് സുധി അപ്പോഴും ചൂടാവുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ സമാധാനമില്ല, ഇപ്പോൾ ജോലി സ്ഥലത്ത് സമാധാനമില്ലാത്ത അവസ്ഥയായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ അങ്ങനെ പറയരുതടാ, അമ്മയോട് നിന്നെയല്ലേ ഏറ്റവും കൂടുതൽ അമ്മ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി സുധിയോട്. അങ്ങനെ സുധി ചന്ദ്രമതിയോട് സോറി പറയുന്നുണ്ട്. സോറി പറഞ്ഞിട്ട് അവൻ അങ്ങനെ അകത്തേക്ക് കയറിപ്പോണ്ട്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കേണ്ട, എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ സുധി ഇങ്ങനെ, ഇപ്പം എന്നോട് ഇങ്ങനെ ഒന്നും പെരുമാറാറില്ലല്ലോ. ആരെന്നെ വഴക്ക് പറഞ്ഞാലും എന്നെ ഒറ്റപ്പെടുത്തിയാലും എൻ്റെ കൂടെ അവൻ എന്താ പറ്റിയേ എന്നൊക്കെ അങ്ങനെയുള്ള ആകെ ടെൻഷനിലാണ് ചന്ദ്രമതി ഇരിക്കണത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രേവതി തുണികൾ മടക്കി വയ്ക്കുമ്പോൾ സച്ചി മെല്ലെ ബാക്കിൽ കൂടെ വന്നിട്ട് പറഞ്ഞ് രേവതിനെ പേടിപ്പിക്കണം. അപ്പോൾ രേവതി പറയുന്നത്, സച്ചിയേട്ടന് കുറച്ച് കളി കൂടുതലാവുണ്ട്, എന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന സ്വഭാവം കൂടുതലായിട്ട് സച്ചിയേട്ടൻ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് രേവതി തലവണി എടുത്ത് സച്ചിനെ അടിക്കാൻ തുടങ്ങണം. അപ്പോൾ സച്ചി അവിടെ നിന്ന് ഓടണം, രേവതി ഓടണം. അങ്ങനെ റൂമിൽ നിന്ന് രണ്ടുപേരും കൂടി സ്റ്റെയർ കേസ് ഇറങ്ങി താഴത്തേക്ക് വരണം. അപ്പോൾ താഴത്ത് ഹാളിൽ രവീന്ദ്രൻ ഇരുന്ന് പേപ്പർ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രവീന്ദ്രൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ട് ഓടി കളിക്കും. അപ്പോൾ രവീന്ദ്രൻ എന്താ മക്കളെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല അച്ഛാ, ഈ സച്ചിയേട്ടനില്ലേ എന്നെ വെറുതെ പിന്നിൽ വന്ന് പേടിപ്പിക്കാൻ പറയുമ്പോൾ അപ്പം നല്ലത് കൊടുത്തോന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ പറയണ ചോദിക്കുമ്പോൾ രേവതി അപ്പം തരാട്ട അവൻ്റെ തലോണ എടുത്തിട്ട് സച്ചിനെ എറിയണ എറിച്ചില് സച്ചി മാറുമ്പോൾ ആ തലോണ നേരെ ചെന്ന് വീണത് ചന്ദ്രമതിയുടെ മേത്താണ്. അപ്പോൾ ചന്ദ്രമതി പറയണ, എടി നിനക്ക് ഇത്രയും ധൈര്യമായോ, നിനക്ക് ഇത്രയും അഹങ്കാരമായോ, നീ എൻ്റെ മേത്തേക്ക് തലോണ എറിയാൻ മാത്രം നീ വളർന്നോ, നിനക്കല്ലെങ്കിലും കുറച്ച് കളി കൂടുതലായിട്ടുണ്ട്, നീ വല്ലാണ്ട് വിലസുണ്ട് ഈ വീട്ടിൽ, വേണ്ട നിൻ്റെ വിലസലൊക്കെ ഞാൻ നിർത്തിത്തരാം, നിൻ്റെ നകളിത്തരം നീ നിർത്തിക്കോ ഇതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി രേവതിനെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയേണ്ടത്, സോറി അമ്മേ, ഞാൻ മനഃപൂർവ്വം അറിയാതെ സച്ചേട്ടനെ എറിഞ്ഞപ്പോൾ അമ്മയുടെ മേത്തേക്ക് കൊണ്ടതാ, സോറി അമ്മേന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനും പറയുന്നുണ്ട്, ചന്ദ്രേ രേവതി വേറെ ഒന്നല്ല, രേവതി സച്ചിനെ എറിഞ്ഞത്, അപ്പം നിൻ്റെ മേത്ത് കൊണ്ടുവന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നല്ല. പറയുമ്പോൾ മതി നിങ്ങളെല്ലാവരും എന്നെ ന്യായീകരിക്കൊന്നും വേണ്ട പറയുമ്പോൾ സുധി വന്നിട്ട് പറയും, അത് ശരി, ഇത് തലോണയല്ലേ വീണ്, അത് കല്ലൊന്നല്ല എടുത്തെറിഞ്ഞ, ആ സമയത്ത് കല്ല വീണെങ്കിലത്തെ അവസ്ഥ എന്താ, കല്ലെടുത്തെറിയണമായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയാനാ സുധി പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഞെട്ടണേ, ഇവനെന്താ ഇങ്ങനെ പറയണമെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഞെട്ടണം. അപ്പോഴും സുധി ചന്ദ്രമതിക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ല. അപ്പോൾ രേവതീനെ വന്നിട്ട് വീണ്ടും പറയാം, നീ മനഃപൂർവ്വം എന്നെ എറിഞ്ഞൂലെന്നൊക്കെ പറയുമ്പോൾ, അല്ലേ അമ്മേ സത്യമായിട്ട് ഞാൻ മനഃപൂർവ്വം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതിക്ക് അതൊന്നും ഏഷ്യനില്ല. അപ്പോൾ സച്ചി പറഞ്ഞു, വന്ന് രേവതി ഇനി ഇതിൽ സംസാരിച്ച് തന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ രേവതിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. രവീന്ദ്രൻ എഴുന്നേറ്റ് പോയി, സുധിയും പോയി. നാണല്ലല്ലോ അമ്മേ ഇത്രയും പക്വത ഇല്ലാണ്ട് പെരുമാറാന്നൊക്കെ പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് പോയപ്പോൾ ചന്ദ്രമതി, ഈശ്വര ഇവനെന്താ പറ്റി, ഇവനെന്താ ഇങ്ങനെ, ഇനി പേലസിന് വിപരീത ഫലമാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നങ്ങനെ വിചാരിക്കുകയാണ് ചന്ദ്രമതി. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പിന്നെ വർഷം ഇങ്ങനെ റൂമിലിരുന്ന് ആലോചിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്. ഓട്ടോ പ്ലാൻ ചീറ്റിപ്പോയി, അതൊക്കെ ചീറ്റിപ്പോയി, ഗുളികയുടെ കാര്യം ചീറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ റൂമിലേക്ക് കയറുകയാണ്. ശ്രീകാന്തിനെ കാണുമ്പോൾ വർഷം ഇങ്ങനെ ശ്രീകാന്തിന് ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വർഷം വേഗം റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. വർഷം വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഐഡിയ ഉണ്ട്, പപ്പായ ജ്യൂസ് കുടിച്ചാൽ എന്തായാലും അബോഷൻ, ആ ഒരു പപ്പായ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വർഷം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ആ പോകുന്ന പോക്കിൽ ശ്രീകാന്തിനെ നോക്കി ക്രൂരമായി നോക്കിയിട്ടാണ് വർഷം ഇറങ്ങിപ്പോകുന്നത്. അത് കാണുമ്പോൾ ശ്രീകാന്ത് നോക്കി, ഈശ്വര ഞാൻ ഇവളോട് എന്ത് തെറ്റ് ചെയ്ത്, ഇവളെ എന്തിനാ എന്നെ ഇങ്ങനെ ഇത്രയും ക്രൂരായിട്ട് നോക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ശ്രീകാന്തിന് ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ നേരെ വർഷം അടുക്കളയിൽ പോയി വെജിറ്റബിൾസിൻ്റെ കൊട്ടയിൽ നോക്കുമ്പോൾ അതിൽ ഇതില്ല, പപ്പായ ഇല്ല. അങ്ങനെ വീണ്ടും വർഷം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയിട്ട് ഒരു പപ്പായ കഷ്ണം എടുത്തിട്ട് ഇതിപ്പോൾ എങ്ങനെ നുറുക്കുക, അതിപ്പോൾ എങ്ങനെ അടിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതി അടുക്കളയ്ക്ക് വരികയാണ്. എന്താ വർഷം ഇവിടെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, പറ എന്താ വേണ്ടത് ചോദിക്കുമ്പോൾ, എനിക്കൊരു പപ്പായ ജ്യൂസ് കുടിക്കാനാണ് പറയും. ശരി ഞാൻ ഉണ്ടാക്കിത്തരാം. മാറ പറയുമ്പോൾ, വേണ്ട ചേച്ചിയുടെ ജോലി നോക്കുക, ഞാൻ ഉണ്ടായിക്കോളാം പറയുമ്പോൾ, ഇതൊന്നും നിന്നെ കൊണ്ട് പറഞ്ഞിട്ടുള്ള പണിയല്ല കുട്ടിയെ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി വർഷയുടെ അടുത്ത് നിന്ന് പപ്പായ മേടിച്ചിട്ട് പപ്പായ ജ്യൂസ് ഉണ്ടാക്കാൻ നുറുക്കിയിട്ട് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് പഞ്ചസാരയൊക്കെ
കൂട്ടി അടിച്ചിട്ട് വർഷയ്ക്ക് അങ്ങനെ പപ്പായ ജ്യൂസ് കൊടുക്കണം. എന്നിട്ട് പറയണം എന്നാ കുടിച്ചോട്ടോ, കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങനെ പോവാണ്. അങ്ങനെ ജ്യൂസ് മേടിച്ചിട്ട് വർഷ ടേബിളിൻ്റെ മുകളിൽ വെച്ചു. ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നോട് പൊറുക്കണേ, എനിക്ക് വേറൊരു നിവർത്തി ഇല്ലാണ്ടാണ്, എൻ്റെ കുഞ്ഞെ നീ അമ്മയോട് ക്ഷമിക്കണേ, എനിക്ക് വേദന തിന്നാൻ പറ്റാത്തതുകൊണ്ട് ദൈവമേ എല്ലാം ക്ലിയറാക്കി തരണേ, എനിക്ക് യാതൊരു കുഴപ്പം സംഭവിക്കരുത്, ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുതേ, നല്ല രീതിയിൽ എല്ലാം അവസാനിപ്പിച്ച് തരണേ എന്നിങ്ങനെ വർഷം ഇങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ജ്യൂസ് മുമ്പിൽ വെച്ചിട്ട്. ആ സമയത്താണ് ചന്ദ്രമതി അടുക്കളയ്ക്ക് വരുന്നത്. ഓഹോ, ഇവിടെ നിന്ന് ഇവിടെ എന്താ ചെയ്യണം എന്നിട്ട് വർഷയുടെ മുമ്പിൽ വന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പക്ഷേ വർഷ കണ്ണടച്ച് പ്രാർത്ഥിക്കണം, കാരണം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ചന്ദ്രമതി ഇവിടെ ഇരുന്ന് പ്രാർത്ഥന പോയപ്പോൾ ഇവിടെ അവൾക്ക് എന്താ പ്രാന്തായോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ജ്യൂസ് കാണും. അവള് രേവതി അവളുടെ കെട്ടിയവന് മാത്രം ജ്യൂസ് ഉണ്ടാക്കി വെച്ചേക്കാം, ഞങ്ങൾക്കൊക്കെ ചൂടുവെള്ളം ശരിയാക്കി തരാം, ഇത് ഞാൻ ഒന്ന് കുടിച്ചേരിക്കും പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രമതി ആ ജ്യൂസ് എടുത്ത് കൊണ്ടുപോവാണ്. ജ്യൂസ് എടുത്ത് കൊണ്ടുപോയിട്ട് കുടിക്കണ സമയത്ത് വർഷ കണ്ണൂർന്ന് നോക്കുമ്പോൾ ജ്യൂസ് കാണില്ല. അപ്പോൾ അയ്യോ ഇവിടെ ഇരുന്നാന്ന് ജ്യൂസ് എവിടെയെന്ന് ഇങ്ങനെ വിചാരിക്കുകയാണ് വർഷ. നോക്കുമ്പോൾ ഹോളിക്ക് വന്ന് നോക്കുമ്പോൾ ചന്ദ്രമതി ആ ജ്യൂസ് എടുത്ത് കുടിക്കണ്ടാവും. ആൻറ്റി എന്ത് പണിയാണ് കാണിച്ചേ, എനിക്ക് ഉണ്ടാക്കി വെച്ച ജ്യൂസല്ല ആൻറ്റി എടുത്ത് കുടിച്ചേ. നീ അയ്യോ വർഷ എനിക്ക് അറിയില്ലായിരുന്നു നിനക്ക് ഉണ്ടാക്കി വെച്ചത്, ഞാനത് അവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ എടുത്ത് കുടിച്ചു എന്നയാൾ പറയുമ്പോൾ ഇങ്ങനെ കട്ട് കുടിക്കണമായിരുന്നു, കട്ട് കുടിക്കതേ നിൻ്റെ അധിക പ്രസംഗം നിർത്തിക്കോ, നീ എന്നോട് സംസാരിക്കാൻ വരരുത്, എൻ്റെ വീട്ടിൽ ഞാനൊരു സാധനം എടുത്ത് കുടിച്ചു അത് കട്ട് കുടിക്കലാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി എല്ലാവരും അങ്ങോട്ട് വരികയാണ്. എന്താ പ്രശ്നം നോക്കുമ്പോൾ നോക്ക് രേവതി ചേച്ചി എനിക്ക് കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കി തന്നല്ലേ പപ്പായ ജ്യൂസ്, അത് ദേ ഈ ആൻറ്റി എടുത്ത് കുടിച്ചു. അപ്പോൾ വർഷോട് ചോദിക്കും, നീ അവിടെ നിന്നറിഞ്ഞില്ല അടുക്കളയിൽ, അപ്പോൾ ഞാൻ എടുക്കേണ്ടത് നീ കണ്ടില്ലേ, ഞാൻ പ്രാർത്ഥിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കണേക്കാട്ടിലും മുന്നേ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇത് കേൾക്കണം ശ്രീകാന്ത് പറയും, അങ്ങനെ ഒരു പതിവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ വർഷം, ഇപ്പം അങ്ങനെ തന്നെയാണ്, ഇതിപ്പോൾ നിന്നെ ബോധിപ്പിക്കണം എന്നുണ്ടോ, എല്ലാത്തിനും നീ ഒരുത്തനെ കാരണം എന്നൊക്കെ പറയണേ, അതെന്താ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊക്കെ പറയാണ് വർഷം. അപ്പോൾ രേവതി പറയും, എന്തിനാ അങ്ങനെ ചൂടാവണ വർഷം, നിനക്കിപ്പോൾ എന്താ വേണ്ടേ, പപ്പായ ജ്യൂസ് അല്ലേ വേണ്ടോ, ഞാൻ ഉണ്ടാക്കി തരാം വാ പറയുമ്പോൾ അതിന് ഇനി പപ്പായ എവിടെ ചേച്ചി, ഉണ്ടായിരുന്നൊരു കഷ്ണം എടുത്തിട്ടല്ലേ ചേച്ചി എനിക്ക് ജ്യൂസ് അടിച്ചതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആകെ അബദ്ധത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറയണം, ഞാൻ ജ്യൂസിലേ കുടിച്ചുള്ളൂ, നിനക്ക് പറയാനില്ലേ, നീ കണ്ണു പൊട്ടിയിട്ടല്ല അവിടെ നിന്നായിരുന്നേ, എന്നാലും ഇത് മോഷ്ടിച്ച് കുടിക്കുന്ന ഇപ്പോൾ ആരറിഞ്ഞു, മോഷ്ടിച്ചു നൊടി, നീ ഒതുക്കിക്കോ നിൻ്റെ സംസാരം എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി പറയും, നാണല്ലോ അമ്മേ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കാൻ, വർഷയ്ക്ക് വെച്ചാന്ന് ജ്യൂസ് എടുത്ത് കുടിക്കാൻ, അമ്മ വന്ന് നാണല്ലാണ്ട് പെരുമാറാൻ തുടങ്ങി അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നീ എന്താ അങ്ങനെ പറയണേ ചോദിക്കുകയാണ്, അല്ലാണ്ട് പിന്നെ എന്നൊക്കെ പറയണം. അപ്പോൾ വർഷ പറയും, സോറി ആൻറ്റി, ഞാൻ എൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ, ആൻറ്റി ക്ഷമിക്കുക, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയതാ, ആൻറ്റി ക്ഷമിക്കുന്നു പറഞ്ഞിട്ട് വർഷ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രേവതി പറയണേ, സാരല്ലേ അമ്മേ, അവൾ ദേഷ്യം കൊണ്ട് പറഞ്ഞല്ലേ പറയുമ്പോൾ ഓലെ ഇപ്പം നിൻ്റെ ശുപാർശ വേണ്ട എനിക്ക്, അവൾ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം, ഒന്ന് പോടി പറഞ്ഞിട്ട് രേവതിയോട് ചന്ദ്രമതി ദേഷ്യപ്പെടണം. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ശ്രുതി വന്നിട്ട് പറയണം, നാണല്ലോ വീണ്ടും പക്വതയില്ലാണ്ട് ഇങ്ങനെ പെരുമാറാൻ, ചെറിയ കുട്ടികളെ പോലെ കട്ടെടുത്ത് കുടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ശ്രുതി വീണ്ടും ദേഷ്യപ്പെട്ടിട്ട് കയറിപ്പോവാണ്. കഷ്ടം തന്നെ, എനിക്കെന്നെ പുച്ഛം തോന്നണു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കയറി പോകുമ്പോൾ ചന്ദ്രമതി വിചാരിക്കുകയാണ്, ദൈവമേ ഇവനെന്താ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അകന്നെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ ആകെ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് കിടക്കാൻ വന്നു ശ്രീകാന്ത് കിടക്കാൻ വേണ്ടി വന്നു. വർഷം വന്ന സമയത്ത് ശ്രീകാന്ത് പെട്ടെന്ന് പേടിച്ചിട്ട് ഓടിപ്പോയി ബെഡിൽ കിടക്കുമ്പോൾ വർഷം ഇങ്ങനെ അഡിഷൻ വരാണ്, ആ പ്ലാനും ചീറ്റിപ്പോയില്ലോ. എന്നിട്ട് വർഷം ഇങ്ങനെ ദേഷ്യമുണ്ട് ശ്രീകാന്തിനെ നോക്കുമ്പോൾ ശ്രീകാന്ത് കിടക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തെ വിളിക്കുമ്പോൾ ശ്രീകാന്ത് മൈൻഡ് ചെയ്യില്ല. ഒത്തിരി വേഗം നീ ഉറങ്ങിയിട്ടൊന്നുമില്ല എന്ന് എനിക്കറിയാം, പക്ഷേ തല്ലുകൂടാൻ നിൽക്കല്ലേ, എനിക്ക് കിടന്നുറങ്ങണം. മറ്റേ ശ്രീകാന്ത് അങ്ങനെ കിടന്നുറങ്ങണം, എല്ലാം വരുത്തി വെച്ചിട്ട് നീ കിടന്നുറങ്ങിക്കോടാ, എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരണമെന്നൊക്കെ പറയേണ്ടത് വർഷ ശ്രീകാന്തിനോട്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടണം, ഞാൻ എന്ത് ചെയ്തോന്ന് ഓർമ്മയില്ലേ, നീ ഒന്ന് ഓർത്ത് വെക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലേ പറയണം, എനിക്ക് കിടന്നുറങ്ങണം പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്ത് കിടന്നുറങ്ങാണ്. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഇങ്ങനെ ഉറക്കം വന്നില്ല, വർഷം ഇങ്ങനെ ആലോചിച്ചിട്ട് കിടക്കാൻ കേട്ടോ. ഈ സമയത്ത് കാണിക്കുന്നത് ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തല്ല. അപ്പം മീര വന്നിട്ട് ചോദിക്കുക, എന്താ ശ്രുതി നീ ഇവിടെ ഇരിക്കുന്നത്, വാ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ആൾറെഡി എൻ്റെ എലസ് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ശ്രുതി എന്നെ വിളിക്കേണ്ടതല്ലേ, വിളിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ്. ഇനിയിപ്പോൾ ഏലസ് ശ്രുതിക്ക് കിട്ടിയെന്നല്ലേ ബാമേൻ്റി പറഞ്ഞു, കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു, അപ്പോൾ ശരിക്കും അവൻ എന്നെ വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ മീര പറയണം, നീ എന്തായാലും നാളെ ശ്രുതിയുടെ കടയിൽ പോയിട്ട് ശ്രുതിനെ ഒന്ന് നേരിട്ട് കണ്ട് സംസാരിക്കുക, അപ്പം അറിയാലോ അവൻ്റെ വിഷമം മാറി ദേഷ്യം മാറി എന്നൊക്കെ അപ്പം അറിയാലോ, ഇപ്പോൾ നീ ഇവിടെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശരിയാ ഇനി ഇത് നീട്ടി കൊണ്ടുപോയാൽ പറ്റില്ല, എന്തായാലും ശ്രുതിനൊന്ന് പോയി കാണണം, നാളെ തന്നെ ഞാൻ അവനെ പോയി കാണുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി പിറ്റേ ദിവസം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് വർഷയ്ക്ക് വീണ്ടും കിടന്നിട്ട് ഉറക്കം വന്നില്ല. വർഷം എഴുന്നേൽക്കണു, നടക്കണു, റൂമിൽ കൂടെ നടക്കണു. ശ്രീകാന്തിനെ നോക്കിയപ്പോൾ ശ്രീകാന്ത് നല്ല ഉറക്കമായി. വർഷയ്ക്ക് ഉറക്കേ വന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല വർഷയ്ക്ക്, ഒരു ഐഡിയ പോലും കിട്ടുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ആലോചിക്കുന്ന സമയത്ത് വർഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണം, ഡാൻസ് ചെയ്തിട്ടൊരു പെണ്ണ് അബോഷനായ കാര്യം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഡാൻസ് ചെയ്താൽ ചിലപ്പോൾ അബോഷനാവും, ഡാൻസ് ചെയ്യാം, അതന്നെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങനെ മൊബൈലിൽ നിന്ന് പാട്ടെടുത്തിട്ട് ഡാൻസിൻ്റെ സ്റ്റെപ്പ് എടുക്കുകയാണ് അടുത്ത അബോഷനുള്ള തയ്യാറെടുപ്പ്
തയ്യാറെടുപ്പായിട്ട് ആ സമയത്താണ് ഇന്നത്തെ ചെമ്പനിരപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ വർഷയ്ക്ക് എന്തായാലും കുഞ്ഞിനോട് ഇഷ്ടമുണ്ട് താനും, പക്ഷേ വർഷയ്ക്ക് പ്രസവിക്കാനുള്ള ഭയം കൊണ്ട് വർഷ അത് വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ ഒരു ആരും അറിയാത്ത ആ ഒരു കാര്യം വർഷം അങ്ങനെ മറച്ചു വെച്ചേക്കണതിൻ്റെ ആ ഒരു ഉദ്യോഗഭരിതമായ എപ്പിസോഡിൽ കൂടിയാണ് ഇന്നത്തെ ചെമ്പനിരപ്പൂവിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്